Yes. Hi. Yes. Okay. ഇന്ന് നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ 6 and 7 ട്രയാങ്കിൾസ് ആൻഡ് കോർഡിനേറ്റ് ജോമെട്രി അല്ലേ? ആ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൂടുതലൊന്നുമില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ ഫിഗർ AB parallel to ZD, if AB equal to 5 centimeter, ZD is equal to 2 centimeter, and OB is equal to 3 centimeter, then the length of OC is, find OC. AB parallel to CD and AB, CD, OB. മൂന്ന് മെഷർമെന്റ്സ് തന്നിട്ടുണ്ട്. Then find OC. വേഗം പറഞ്ഞേ. സിമിലാരിറ്റി. Which triangle similar to which triangle? Comment your answer. Triangle ABO similar to AOB, whatever it is. അതാണല്ലോ, സിമിലാരിറ്റി ആണല്ലോ. ഇതിനകത്ത് പ്രൂവ് ചെയ്യാനൊന്നും നിൽക്കേണ്ട, ഡയറക്റ്റ് പറഞ്ഞാൽ മതി. ട്രയാങ്കിൾ AOB സിമിലർ ടു ട്രയാങ്കിൾ, ഒരാളെ വിളിച്ചോ. യെസ്, നിരുപമ. യെസ്, യു. നെക്സ്റ്റ് ആയിഷ. ആയിഷ പറയും. ആയിഷ, ട്രയാങ്കിൾ AOB സിമിലർ ടു triangle DOC. Why? റീസൺ പറഞ്ഞോ. ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ D. വൈ? അത് മാത്രം പറഞ്ഞാൽ മതി. O എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആണ്. ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ D. വൈ? എസ്, alternate interior angles. AB CD പാരലൽ ആണ്. സോ ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ D alternate interior angles ആണ്. പിന്നെ വരുന്നത് ഒന്ന് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് കിടപ്പുണ്ട്. അതാണ് O എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആണ്. AOB ഈക്വൽ ടു COD, വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾ. സോ ട്രയാങ്കിൾ AOB സിമിലർ ടു ട്രയാങ്കിൾ DOC. അപ്പോൾ റേഷ്യോ എടുക്കാം. നമുക്ക് തന്നേക്കുന്ന സൈഡ്സ് വെച്ച് എടുത്താൽ മതി. ദാറ്റ് ഇസ് AB ബൈ CD വിച്ച് ഇസ് ഈക്വൽ ടു, then തന്നേക്കുന്ന ഒരു സൈഡ് OB ആണ്. OB ബൈ OC, റൈറ്റ്? AB തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ, CD തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ, വിച്ച് ഇസ് ഈക്വൽ ടു OB 3 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ OC ആണ് കണ്ടുപിടിക്കാനുള്ളത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, OC is equal to 2 into 3 by 5 is equal to 6 by 5 centimeter, right? കിട്ടിയോ? 6/5 കിട്ടി. സിമിലാരിറ്റി കണ്ടുപിടിക്കുക, റേഷ്യോ എടുക്കുക. തന്നേക്കുന്ന അനുസരിച്ച് റേഷ്യോ എടുക്കുക കേട്ടോ. ഏതൊക്കെ സൈഡ്സ് ആണോ തന്ന ആ സൈഡ്സിന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കാനുള്ള ആള്. ഇനി ഒരു റേഷ്യോ കൂടി ഇവിടെ ഈക്വൽ ആണ്. ആ റേഷ്യോ എന്ന് പറയുന്നത് AO ഡിവൈഡഡ് ബൈ OD, അല്ലെങ്കിൽ DO എന്ന് പറയുന്നതാണ്. AOയും ODയും നമുക്ക് തന്നിട്ടില്ല, സോ അതിന്റെ ആവശ്യമില്ല. നെക്സ്റ്റ്, the distance between the point -5/27 and -1/27 is, distance between the point -1/5/27 and -1/2,7 is. Yes, parallel to distance between points. Savat.
Yes, distance between 2 points. क्या हुआ? सावधे next Sachida. Yes, Mala distance between 2 points. Distance formula പിന്നെ വേറെ ഏത് ഫോർമുല യൂസ് ചെയ്യും? യെസ്, ആ ഇക്വേഷൻ പറഞ്ഞ ഡിസ്റ്റൻസ് ഫോർമുല. root of x2 minus x1 the whole square. Root of x2 minus x1 the whole square. Plus y2 minus y1. Yes, y2 minus y1 the whole square, right? Yes, sir. Yes, നിങ്ങൾ വേഗം കണ്ടുപിടിച്ചോ. x2 negative 1/2 minus x1 negative 5/2 the whole square plus y2 that is 7 y1 again 7 minus whole square, which is equal to root of negative 1/2 plus 5/2 the whole square. This becomes 0. It is equal to denominator 2 numerator 1 plus 5 the whole square, the whole root, which is equal to 4/2. That is 4 2 cancel 2 കിട്ടിയ എല്ലാവർക്കും സ്ക്വയറും റൂട്ടും ക്യാൻസൽ ചെയ്തിട്ടാ. ദെൻ റിമൈനിങ് 4/2 which is equal to 2 എന്ന് കിട്ടും. കിട്ടിയ എല്ലാവർക്കും 2. സിമിലർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. പ്രീവിയസ് ആണ്, സിമിലർ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. The sides of two similar triangles are in the ratio of 4/7 or 4:7. The ratio of their perimeter is ratio of perimeter. ഇതറിയാന്നുള്ളൊരു ഹാൻഡ് റൈസ് ചെയ്തേ. If two similar triangles are in the ratio 4:, sides of two similar triangles are in the ratio 4:7, then the ratio of their perimeter is, and the ratio of their area is. കഴിഞ്ഞ റിവിഷന് പഠിച്ചതാണ്. കഴിഞ്ഞ റിവിഷനിൽ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സെക്കൻഡ് റൗണ്ടിൽ ക്വസ്റ്റ്യൻ ഇതിൻ്റെ ആൻസർ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ഒരാളെ വിളിച്ചോ, നോക്കൊണ്ടിരിക്കാമല്ലോ. അതെ, അവന്തിക മോളെ എന്തായിരുന്നു റേഷ്യോ ഓഫ് പെരിമീറ്റർ? ഓർമ്മയുണ്ടോ? ഏരിയയോ? ഹാഫ് ബീറ്റ്. റേഷ്യോയോ? ഇത് നമ്മളൊരു റിസൾട്ട് ആയിട്ട് പഠിച്ചിരുന്നു. രണ്ടാമത്തെ റിവിഷനിലാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓർമ്മയുണ്ടോ? ഇല്ല. എസ് മക്കൾ എന്തായിരുന്നു? എഴുതി വെച്ചോളൂ. നിങ്ങൾ വിളിച്ചോ. ജോ പറഞ്ഞേ. ratio of the perimeter is equal to ratio of the sides. So 4:7. 4:7 തന്നെയാണ്. ഏരിയയോ? 8:14. 8:14. അവിടെ ഒരു കുഞ്ഞു മിസ്റ്റേക്ക്. 8:14 അല്ല. എന്തായിരുന്നു ഇക്വേഷൻ? എന്തായിരുന്നു? 16:14. 16:49. How? സ്ക്വയർ ചെയ്യണം. യെസ് മക്കളെ, റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ, പെരിമീറ്റർ
പെരിമീറ്റർ കണ്ടുപിടിക്കാൻ രണ്ട് സിമിലർ ട്രയാങ്കിൾസിന്റെ സൈഡ്സിന്റെ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് സൈഡ്സിന്റെ റേഷ്യോ തന്നെയാണ് കേട്ടോ. സൈഡ്സിന്റെ ratio of perimeter is equal to ratio of its sides. ratio of sides തന്നെയാണ്. അതേസമയം ratio of area എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് റേഷ്യോ ഓഫ് പെരിമീറ്റർ സൈഡ്സ്. സോറി, പെരിമീറ്റർ എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. ഓക്കെ, റേഷ്യോ ഓഫ് സ്ക്വയർ ഓഫ് റേഷ്യോ ഓഫ് സൈഡ്സ്. അപ്പോൾ സൈഡ്സിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ പെരിമീറ്ററിൻ്റെ റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ സെയിം തന്നെയാണ്, ചേഞ്ച് ഇല്ല. ഏരിയയുടെ റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ ആ സൈഡ്സിൻ്റെ റേഷ്യോയുടെ സ്ക്വയർ എടുക്കുക. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ആൻസർ വരിക? 7:4 അല്ല, 4:7 ആണ് കേട്ടോ. 4:7. നെക്സ്റ്റ് സെയിം ക്വസ്റ്റ്യൻ, പെരിമീറ്റർ മാറി, ഏരിയ ആണ് 4:7 ആണ്. 4/7 അതിൻ്റെ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 16/49. രണ്ട് ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എസ്, അപ്പോൾ ചേഞ്ച് എങ്ങനെ വന്നു? 16/49. ഇത് എഴുതി വെച്ചോളൂ. ചിലപ്പോൾ MCQസിന് റയറായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ചോദിക്കാറുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഈ റയർ ക്വസ്റ്റ്യനിലാണ് നിങ്ങളെ മാർക്ക് പോവുക. യെസ്, ഓക്കെ, ഇനി വിട്ടു പോകരുത് കേട്ടോ. നെക്സ്റ്റ്, the diagonal BD of a quadrilateral ABCD bisects both angle B and angle D. Show that AB by BC is equal to AD by CD. The diagonal BD of a quadrilateral ABCD bisects both angle B and angle D. Show that AB by BC is equal to AD by CD. ക്വാഡ്രിലേറ്ററൽ വരയ്ക്കുക, ഡയഗണൽസ് വരയ്ക്കുക, മാർക്ക് ചെയ്യുക. തന്നേക്കുന്ന ആളെ മാർക്ക് ചെയ്താൽ മതി. ദെൻ ABBC സൈഡ് വരുന്ന ട്രയാങ്കിൾ നോക്കുക. അതുപോലെ ADCD സൈഡ് വരുന്ന ട്രയാങ്കിളും നോക്കുക. ഈസി ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് കഴിഞ്ഞവർ വേഗം ഹാൻഡ് റൈസ് ചെയ്തു കേട്ടോ. പ്രീവിയസ് ആണ്, 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. 2 മാർക്ക്, അതെ, 2 മാർക്കോ 3 മാർക്കോ ആയിരുന്നു. ഒരു ക്വാഡ്രിലേറ്ററൽ വാട്ട് എവർ ഇറ്റ് ഇസ് എങ്ങനെ വേണം വരയ്ക്കാം കേട്ടോ. എനിക്ക് ഇങ്ങനെ വരയ്ക്കാൻ തോന്നി, ഞാനിങ്ങനെ വരച്ചു. ABCD, then BD diagonal BD bisects both angle B and angle D. ഇതിനെ ബൈസെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. that is this angle is equal to this one. then അതുപോലെ തന്നെ angle D, ഡിയെയും സെയിം രീതിയിൽ ബൈസെക്ട് ചെയ്യുന്നു. that is this angle is equal to this one. AB by BC ആണ് വരേണ്ടത് ഒരെണ്ണം. then AD by CD ആണ് വരേണ്ടത്. ഒരു ട്രയാങ്കിൾ ABAD then BCCD വരണം. ട്രയാങ്കിൾ ABD in triangle ABD and triangle BCD. Angle ABD which is equal to angle CBD. Right? അല്ലേ? ആണല്ലോ തന്നിട്ടുണ്ട്. BD bisects angle B and angle D. യെസ്, വേണച്ച സൈഡിൽ എഴുതിക്കോട്ടോ. BD bisects angle B. then next angle, that is angle ADB
which is equal to angle BDC. Angle ADB is equal to angle BDC. Same, BD bisects angle B. Yes. This angle D. Yes. Okay, prove ചെയ്തിട്ടുണ്ടാവുമല്ലോ. Therefore, triangle ABD similar to triangle ABD similar to CBD, right? ABD similar to CBD by AA similarity criteria. Similarity criteria, which implies any ratio എടുക്കുക AB by BC is equal to AD by BD. AD by BD അല്ലല്ലോ, ഒരു മിനിറ്റ്, ഇവിടെ AD by CD. AD CD. CD. യെസ്, കഴിഞ്ഞു. യെസ്, ആരായിരുന്നു? ജുഷ്വ. എല്ലാവർക്കും കിട്ടിയോ? ഇത് പ്രൂവ് ചെയ്തു എല്ലാവരും? ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി എന്നൊന്നും എഴുതല്ലേ. ഇവിടുത്തെ കേസിൽ എ ഈക്വൽ ടു സി എന്ന് പറയാൻ പറ്റത്തില്ല, ക്വാഡ്രിലേറ്ററലാണ്, അത് ഈക്വൽ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. യെസ്, പക്ഷെ ഇനി പറയാം, സിമിലാരിറ്റി പറഞ്ഞതുകൊണ്ട് പ്രൂവ് ചെയ്തതുകൊണ്ട് നമുക്ക് പറയാം ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി. യെസ്, ജോഷുവ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തു. ഇത് മൂന്നാമത്തെ ആണ്, 6 ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്. 6ാമത്തെ കേട്ടോ. ക്വസ്റ്റ്യൻ വരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. എന്തായാലും റെക്കോർഡഡ് വീഡിയോ മിസ്സിനോട് വാങ്ങിയാൽ മതി കേട്ടോ. ഓക്കെ, ഷോ ദാറ്റ് points A, B, C and D are vertices of the square ABCD. How to show that? വിളിച്ചോ. സ്ക്വയറിന്റെ വേർട്ടീസസ് ആണെന്ന് എങ്ങനെ ഷോ ചെയ്യും? അങ്ങനെയായിരുന്നു നസ്വി, ലസ്സി, നസ്ലി, നമ്മളെ പറഞ്ഞു നമ്മളുടെ മ്യൂട്ടയോ. നമ്മളെ പറഞ്ഞു എങ്ങനെയാ സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യാ. ആദ്യം സൈഡ്സ് കാണുക, സൈഡ്സ് ഈക്വൽ ആണോ നോക്കുക, ദെൻ ഡയഗണൽസ് ഈക്വൽ ആണെങ്കിൽ സ്ക്വയർ ആണ്, ഡയഗണൽസ് ഈക്വൽ അല്ലെങ്കിൽ റോംബസ് ആണ്. യെസ് മക്കളെ, അത് തന്നെയാണ് കണ്ടീഷൻ. സൈഡ്സ് കാണാം, ആദ്യം സൈഡ്സ് എ ബി, ബി സി, സി ഡി ആൻഡ് എ ഡി അല്ലെങ്കിൽ ഡി എ, 4 സൈഡ് കണ്ടുപിടിക്കുക. ഈക്വൽ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ 2 ചാൻസ് ഉണ്ട്, ഒന്നുകിൽ സ്ക്വയർ അല്ലെങ്കിൽ റോംബസ്. അപ്പോൾ ഡയഗണൽസ് കാണുക, ഡയഗണൽസ് കാണുമ്പോൾ ഈക്വൽ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സ്ക്വയർ, otherwise it is rhombus. Okay, വേഗം കണ്ടുപിടിച്ച ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്ത് ABCD. A B C D. A 1 7, B 4 2, C -1 -1, D -4 4. Okay, as first AB. AB is equal to root of x2 minus x1. അല്ലെങ്കിൽ കോമൺ ആയിട്ട് ചെയ്താട്ടാ. D is equal to root of
x2 minus x1 the whole square plus y2 minus y1 the whole square. ഇതാണ് നമ്മുടെ ഫോർമുല. ഇനി എല്ലായിടത്തും എഴുതണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കോമൺ ആയിട്ട് എഴുതി. ദെൻ എ ബി. എ ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x2 minus x1 4 minus 1 the whole square plus 7 minus 2 the whole square, which is equal to 4 minus 1 3 square 9 plus 7 minus 2 5 square 25, which is equal to root of 34 എന്ന് കിട്ടും. Similarly BC which is equal to root of -1 -4 the whole square plus -1 -2 the whole square, which is equal to root of -1 -4 -5 -1 -2 -3 രണ്ടിൻ്റെ സ്ക്വയർ, that is 25 plus 9, which is equal to root of 34. Yes, then CD ഇവിടെ വെച്ച് നിർത്തരുത്, എല്ലാ ഡിസ്റ്റൻസും നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ കേട്ടോ. ഇനി ബാക്കി തന്നേക്കുന്നത് സെയിം ആവണമെന്നൊരു നിർബന്ധവുമില്ല. എസ് റൂട്ട് ഓഫ് -4 -1 the whole square plus 4 minus -1 the whole square, which is equal to root of -4 plus 1, that is -3, 4 minus 1, that is 4 plus 1, that is 5. Again -3 square 9 plus 25, which is equal to root of 34. Then last one DA is equal to root of 1 minus -4 the whole square plus 7 minus 4 the whole square, which is equal to root of 1 minus -4, that is 5, 7 minus 4 3, that is 25 plus 9 is equal to root 34. Yes, അങ്ങനെ AB BC CD which is equal to DA എന്ന് കിട്ടിയിട്ടുണ്ട്. So chance, square or rhombus. Then AC is equal to root of C -1 the whole square plus -1 -7 the whole square, which is equal to root of -1 -1 -2 -1 -7 -8, that is -2 square 4 plus 8 square 64, which is equal to root of 68. Then finally BD is equal to root of -4 the whole square plus -4 minus 2 the whole square, which is equal to root of -4 -4 -8, 4 minus 2 2, that is -8 square 64 plus 2 square 4, which is equal to root of 68. Yes, diagonals equal ആയിട്ട് കിട്ടിയില്ലേ? Since AB is equal to BC is equal to CD equal to DA, and diagonals AC is equal to BD, ABCD is a square. ABCD is a square. Yes, എല്ലാവർക്കും കിട്ടിയല്ലോ. ഇച്ചിരി എഴുതാനുണ്ടെന്നേ ഉള്ളൂ, പ്രൂവ് ചെയ്യാൻ ഈസി ആണ്, കണ്ടീഷൻ മാത്രം. സ്ക്വയർ ആയതുകൊണ്ട് ഡയഗണൽ ഈക്വൽ, ഡയഗണൽ നോട്ട് ഈക്വൽ ആണെങ്കിൽ ജസ്റ്റ് എന്താണ് റോംബസ്. ഓക്കെ, ഇനി പാരലലോഗ്രാം ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. സൈഡ്സ് കണ്ടുപിടിച്ച് ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതി. യെസ്, നെക്സ്റ്റ് വൺ ആരായിരുന്നു? ഡൗട്ടുള്ള ആരായിരുന്നു ഹാൻഡ് റൈസ് ചെയ്തേ? ജോ ആയിരുന്നു. ജോ പറഞ്ഞേ.
ജോ അല്ല, ഇല്ല സർ, ഞാൻ 100 ചെയ്തില്ല. ആരായിരുന്നു ഡൗട്ട് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. നെക്സ്റ്റ്. ആ മക്കളെ ഇത് ചെയ്ത് നോക്കിയേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാട്ടോ ആരെങ്കിലും. ഈ ക്വസ്റ്റ്യനോ നേരത്തെ അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തു. ആ ദേ, ഇഫ് Q 01 is equidistant from P 5, -3 and R x6, find the value of x, values of x. Equidistance ആണ്, സോ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇക്വിഡിസ്റ്റൻസിന്റെ ക്വസ്റ്റ്യൻ, റേഷ്യോയുടെ ക്വസ്റ്റ്യൻ, സെക്ഷൻ ഫോമുല, കോർഡിനേറ്റിനകത്ത് എപ്പോഴും വേണ്ടി വരുന്ന ക്വസ്റ്റ്യൻസ്. ജസ്റ്റ് ട്രൈ. വേഗം ചെയ്തേ, നോക്കിക്കൊണ്ടിരിക്കാനല്ല കേട്ടാ. ഇക്വിഡിസ്റ്റൻസ് ആണ്. Q is equidistant from P and R. അപ്പോൾ Q ആണ് നമ്മുടെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത്. സോ PQ is equal to QR. Yes, PQ is equal to QR അല്ലെങ്കിൽ RQ. Then PQ square is equal to QR square. നമുക്ക് ആ സ്ക്വയറിനെ ക്യാൻസൽ ചെയ്യാം. ദാറ്റ്സ് ഓൾ. റൂട്ട് S given PQ is equal to QR, whatever it is, like RQ, which implies PQ square is equal to QR square. ഡിസ്റ്റൻസ് ആണ്, ബ്രാക്കറ്റ് ഇട്ടെന്നേ ഉള്ളൂ. യെസ്, അലക്സ് ആൻസർ കിട്ടിയിട്ടാണോ? യെസ്, കമന്റ് ചെയ്തോ, നോക്കാം, തൂക്കാം. യെസ്. മക്കളെ PQ, that is 5 minus 0 the whole square plus -3 -1 the whole square, which is equal to RQ, that is x minus 0 the whole square plus 6 minus 1 the whole square. Yes, which implies 5 minus 0, 5 square plus -3 minus 4, -4 square, which is equal to x square plus 6 minus 1, that is 5 square. രണ്ടിടത്ത് 5 square ഉണ്ട്, രണ്ടും ക്യാൻസൽ ആയി. RHSഉം LHS അല്ലെങ്കിൽ അതിപ്പുറത്ത് വരുമ്പോൾ ക്യാൻസൽ ആവും. ദാറ്റ് ഇസ് x square is equal to 4 square എന്ന് വരും, which implies x is equal to plus or minus 4. Right? X is equal to plus or minus 4. കിട്ടിയോ? കിട്ടി. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 square 16 എന്ന് എഴുതിയിട്ട് പോയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വാല്യൂസ് ഓഫ് എക്സ് ആ 4 and -4. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസിൽ 2 മാർക്കിന് എങ്ങനെ വന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. 2 മാർക്കാണ്. യെസ്, നെക്സ്റ്റ്. കൊടുത്തു. ദേ ഈ ക്വസ്റ്റ്യൻ നേരത്തേന്നും ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. In the given figure DE parallel to BC, the value of x is ഇത് ആൻസർ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിൽ ഒന്നുകൂടിയാണ് കേട്ടോ. അതുകൊണ്ട് ഇതിനെ നോട്ട് ചെയ്ത് വെച്ചോളൂ. എക്സ് ആരാ കമന്റ് ചെയ്തേ? ഒരാൾ കമന്റ് ചെയ്തു. ജോയാണോ കമന്റ് ചെയ്തേ? ജോ എത്ര കമന്റ് ചെയ്തേ? തെറ്റാണ്. റോങ്.
കണ്ടുപിടിച്ചോ? അല്ല, ആഹിലല്ലേ ചോദിച്ചേ. തെറ്റ്. നെക്സ്റ്റ് അതാര്? സൂരജ്. റോങ്. സൂരജിന് തെറ്റാണ്. അടുത്താരാ? അഹമ്മദ് ഹയാൻ. ഹയാൻ അല്ലേ? റോങ്. അടുത്താരാ? യെസ് നസാന. റോങ് ആണ്. യെസ്. പാർവതിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പാർവതി കറക്റ്റ് ആക്കി. യെസ്. അടുത്താരാ? ആക്കിന് ഇപ്പൊ കറക്റ്റ് ആയി. യെസ്. നെക്സ്റ്റ്. ഓക്കെ. ഗാവിൻ. റോങ് ആണ്. അടുത്തയാള് ജെറാൾഡ് കറക്റ്റ് ചെയ്തു. ഐഷ റോങ് ആണ്. ആന്റണിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി. യെസ്, ആന്റണി കറക്റ്റ് ആണ്. ഞാൻ അവന്തിക റോങ് ആണ്. മക്കളെ 6 അല്ല ആൻസർ. 6 കിട്ടിയവർക്ക് തെറ്റാണ്. 6 അല്ല ആൻസർ. നോക്കാം. അലക്സിന് 9 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിലൊന്നും അല്ലാത്തൊരു സാധനം. ഇവിടെ നോക്ക ഡി പാരലൽ ടു ബി സി എന്നതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ബി പി ടി അപ്ലൈ ചെയ്യും. ബി പി ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റേഷ്യോ എ ഡി ബൈ ഡി ബി വിച്ച് ഇസ് ഈക്വൽ ടു എ ഇ ബൈ ഇ സി എന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. ബി പി ടിയുടെ കേസിൽ വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു ഡി ഇ ബൈ ബി സി, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു ഡി ഇ ബൈ ബി സി. ഡി ഇ എന്ന് പറയുന്നതും ബി സി എന്ന് പറയുന്നതും എ ഡി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെയും എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെയും സൈഡ്സ് ആണ്. ഇവിടെ നമ്മൾ എ ഡി ഇ സിമിലർ ടു എ ബി സി, ട്രയാങ്കിൾ എ ബി സി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ എ ഡി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെയും എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെയും സൈഡ്സ് വേണം വരാൻ. സിമിലാരിറ്റി നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും, കാരണം എ എന്ന് പറയുന്നത് കോമൺ ആണ്, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഡി ആണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. സിമിലാരിറ്റി നിങ്ങൾ പ്രൂവ് ചെയ്യും. പക്ഷെ സൈഡ്സിന്റെ റേഷ്യോ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം? എ ഡി ബൈ എ ബി വിച്ച് ഇസ് ഈക്വൽ ടു ഡി ഇ ബൈ ബി സി, റൈറ്റ്? എ ഡി ബൈ എ ബി ട്രയാങ്കിൾ എ ഡി സിമിലർ ടു ട്രയാങ്കിൾ എ ബി സി ആണ്. So AD by AB is equal to DE by BC, which implies AD തന്നിട്ടുണ്ട് 2, AB എന്ന് പറയുന്നത് എത്ര വരും? 2 plus 3 5 വരും, which is equal to DE, that is 4 by BC തന്നിട്ടുണ്ട് X. ഇപ്പൊ എത്ര വരും? X is equal to 2 plus 3 5 into 2 10 എന്ന് കിട്ടും. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോ സൈഡില്. ഈ ക്വസ്റ്റ്യൻ എപ്പോഴും തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നാണ്. നിങ്ങൾ തന്നെ മെജോറിറ്റി ഓഫ് ദം തെറ്റിച്ചതാണ്. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല അത്രയും നിങ്ങൾ തെറ്റിക്കുന്നത്. ആദ്യമേ ഞാൻ നിങ്ങൾക്ക് ക്ലൂ തന്നേലേ, അപ്പൊ ഒന്നുകൂടി ഒന്ന് നോക്കണ്ടേ? യെസ്. അപ്പൊ നോക്കുക. അതേസമയം നിങ്ങൾക്ക് AE4 എന്ന് തന്നു എന്ന് വെക്കാം. AE4 തന്നു, ഈസി ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചത് കറക്റ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. ഈസി ആണ് എക്സ് എന്ന് തന്നിരുന്നതെങ്കിൽ ഇത് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ ചോദിച്ചേക്കുന്നത് ബി സി ആണ്. രണ്ടും തമ്മിൽ, ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ജോഷുവ ആൻസർ ചെയ്തിട്ട് പോയോ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ ഇതൊന്ന് നോക്കിയേ. പ്രീവിയസ് ആണ് കേട്ടാ. എല്ലാം പ്രീവിയസ് ആണ്. In triangle ABC and DEF, AB by DE equal to BC by FD, which of the following makes the two triangles similar? ഈ രണ്ട് ട്രയാങ്കിൾസിനെ സിമിലർ ആക്കുന്ന കണ്ടീഷൻ.
സൈഡ്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് സിമിലാരിറ്റി ക്രൈറ്റീരിയ ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യേണ്ടി വരിക? അയാൾ വിളിച്ചോ. ബി ഡി ആണോ നോക്കാം. ആരാണ്? ആലിം. ആലിം എല്ലാം കണക്ട് ചെയ്ത് വരട്ടെ. യെസ്, ഗുഡ് ഈവനിങ്. ഇവിടെ ഏത് സിമിലാരിറ്റി ആയിരിക്കും നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വരിക? ഇവിടെ എന്താ തന്നെ സൈഡ്സിന്റെ റേഷ്യോ അല്ല തന്നേക്കുന്നേ. പിന്നെ വേറെ ആരാള്ള ആംഗിൾ ആണ് അടുത്തൊരാള്. അപ്പൊ ഇവിടെ ഏത് സിമിലാരിറ്റിയാ? എസ് എസ്. എസ് എസ് വെച്ചിട്ട് ഏതായിരിക്കും, ഏത് ആംഗിൾ ആയിരിക്കും ഇവിടെ ഈക്വൽ ആയിട്ട് കിട്ടേണ്ടത്? വേഗം വരച്ചേ. രണ്ട് ട്രയാങ്കിൾ എ ബി സി, അടുത്തൊരു ട്രയാങ്കിൾ ഡി ഇ എഫ്, റൈറ്റ്? യെസ്. എ ബി which is AB by DE. Yes. Then BC by FD. FD എവിടെ? FD. So SAS, right? അപ്പൊ ഈ ആംഗിൾ അല്ലേ ഈക്വൽ ആവേണ്ടേ? ആണോ? അപ്പൊ ഏതാ വരിക? ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഡി. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഡി. യെസ്, വിട്ടുപോകരുത് കേട്ടോ. ഇതുപോലെ രണ്ട് എന്ത് ചെയ്യുക, ട്രയാങ്കിൾ വരച്ച് നോക്കിയാൽ മതി. തന്നേക്കുന്ന സൈഡ്സ് എടുക്കുക. എ ബി ബൈ ഡി ആൻഡ് ബി സി ബൈ എഫ് ഡി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ഇൻക്ലൂഡഡ് ആംഗിൾ ഏതാണെന്ന് നോക്കുക, അതിന് രണ്ടിനെ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, വിട്ടുപോകരുത് കേട്ടോ. ഓപ്ഷൻ ബി അല്ലേ? ബി. യെസ്, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഡി. യെസ്. ദെൻ നെക്സ്റ്റ്, find the ratio in which y-axis divides the line segment joining the points 5, 6 and -1, -4. ഇത് നിങ്ങൾക്ക് MCQനും 2 മാർക്കിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലാണ്. 2 മാർക്കോ 3 മാർക്കോ ഒക്കെ ചോദിക്കാറുണ്ട് ചില സമയം, ഡിപ്പെൻസ്. MCQന് y ആക്സിസിന് വരെ എക്സ് ആക്സിസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. സെയിം മെത്തേഡ്, വ്യത്യാസമൊന്നുമില്ല. എസ്, ഒരാളെ വിളിച്ചോ. അഭിനവ്. എങ്ങനെ ചെയ്യും? ഡിസ്റ്റൻസ് ഫോർമുലയോ റേഷ്യോ കണ്ടുപിടിക്കാനോ? ഏതാണ് ഏതാണ് ഏത് ഫോർമുല യൂസ് ചെയ്യാ? ഏതൊക്കെ ഫോർമുല പഠിച്ചിട്ടുണ്ട് കോർഡിനേറ്റില്? പിന്നെ അതെ, അതിന്റെ പേരെന്താണ്? അതിന്റെ പേരറിയില്ല. ഫോർമുല സെക്ഷൻ ഫോർമുല കേട്ടാ. അതിനെ പറയുന്ന പേരാണ് സെക്ഷൻ ഫോർമുല. m2x1 പ്ലസ് m1x1 m1x2 ഡിവൈഡഡ് ബൈ ആ ഫോർമുല, സെക്ഷൻ ഫോർമുല. എസ്, വൈ ആക്സിസിലെ പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? എസ് കിട്ടിയോ? കമന്റ് ചെയ്ത്, വേഗം കമന്റ് ചെയ്ത്. റേഷ്യോ ഈസിയാണ് കേട്ടോ ചെയ്യാൻ. പറഞ്ഞുതരാം എങ്ങനെയാന്നുള്ളത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 1-2 കാര്യം പറയാം. ആരായിരുന്നു? ആരോൺ. യെസ്, പറഞ്ഞോളൂ. വൈ ആക്സിസിലെ പോയിന്റ് പ്രത്യേകത ഒരാളെ കൂടി വിളിച്ചോ. ശ്രീറാം. യെസ്, മുന്നേ പറഞ്ഞു. വൈ ആക്സിസിലെ പോയിന്റ് പ്രത്യേകത എന്താണ്?
സീറോ വൈ എന്ന് പറയുമ്പോൾ വൈ കോർഡിനേറ്റ് 0 അല്ലേ? യെസ്. വൈ ആക്സിലെ പോയിന്റ് കേട്ടോ, പോയിന്റ് ഓൺ വൈ ആക്സ്. യെസ്, പോയിന്റ് ഓൺ വൈ ആക്സിസ് എന്ന് പറയുന്നത് 0,y ആയിരിക്കും. അപ്പോൾ നമ്മൾ സെക്ഷൻ ഫോർമുലയിൽ 0ക്ക് ഇക്വേറ്റ് ചെയ്താൽ മതി, വേറൊന്നും ചെയ്യാനില്ല കേട്ടോ. യെസ്, വേഗം കണ്ടുപിടിച്ച റേഷ്യോ നിങ്ങൾ എടുക്കുന്നു k:1, റൈറ്റ്? നമ്മുടെ പോയിന്റ് ദിസ് ഇസ് എ എന്ന് കൊടുക്കുക, 5,6. ബി എന്ന് പറയുന്ന പോയിന്റ് ദാറ്റ് ഇസ് -1, -4 ആൻഡ് ദ പോയിന്റ് നമ്മുടെ പോയിന്റ് ഇതിനെ 0y എന്നെടുത്തു. k:1 റേഷ്യോ k:1 എന്നെടുത്തു. ദെൻ സെക്ഷൻ ഫോർമുലയിൽ y കോർഡിനേറ്റ് മാത്രം നിങ്ങൾ കണ്ടുപിടിച്ച് ഇക്വേറ്റ് ചെയ്താൽ മതി. സോറി, y കോർഡിനേറ്റ് അല്ല, x കോർഡിനേറ്റ്. x കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? 0 which is equal to നമ്മുടെ സെക്ഷൻ ഫോർമുലയിലെ ഫസ്റ്റ് പാർട്ട് ദാറ്റ് ഇസ് m2x1 plus m1x2 divided by m1 plus m2 which is equal to 0 equal to m2x1. m2 എന്ന് പറയുന്ന 1 ആണ്, into x1 that is 5 plus m1 k ആണ്, k into x2 -1 divided by m1 plus m2 k plus 1. ഇത് ഇങ്ങോട്ടേക്ക് പോയി 0 ആയി. ദാറ്റ് ഇസ് 1 into 5 k into -1 minus k. 5 minus k which is equal to 1, which implies k equal to 5, right? k equal to 5 കിട്ടിയാ? ഇവിടെ 1 ഉണ്ട് കേട്ടോ, ഡിനോമിനേറ്റർ ഡിവൈഡ് ബൈ 1. യെസ്, k equal to 5 എന്നിട്ട്. അപ്പൊ റേഷ്യോ എന്താണ്? റേഷ്യോ 5:1. ഓക്കെ, k:1 ആണ് നമ്മൾ എടുത്തേക്കുന്നത്. സോ റേഷ്യോ 5:1. കിട്ടിയല്ലോ? യെസ്. ഇൻ കേസ് എക്സ് ആക്സിസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പൊ ഇവിടെ ആരെ ഇക്വേറ്റ് ചെയ്യണം? വൈക്ക് വേണം ഇക്വേറ്റ് ചെയ്യാൻ. എന്താ ഈ സാധനത്തിന് m2 y1 plus m1 y2 divided by m1 plus m2 which is equal to 0 എന്ന് എടുക്കുക എക്സ് ആക്സിസിന്റെ കേസിൽ. ഞാനെച്ച സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ഇവിടെ നമ്മുടെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. സോ നമ്മുടെ പാർട്ടിലെ സെക്ഷൻ ഫോർമുലയിലെ എക്സ് കോർഡിനേറ്റിന് നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്തു, വൈ ആക്സിസ് ആയതുകൊണ്ട്. എക്സ് ആക്സിസ് ആണെങ്കിൽ സെക്ഷൻ ഫോർമുലയിലെ വൈ കോർഡിനേറ്റിന് 0ക്ക് ഇക്വേറ്റ് ചെയ്യും. That's all. Yes, next. Section formula. The line segment joining the points A 4, -5 and B 4, 5 is divided by the point P such that AP is to AB is equal to 2:5. Find the coordinate of P. AP is to AB which is equal to 2:5. The line segment joining the points A 4, -5 and B 4, 5. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. ചെയ്ത് വേഗം കമന്റ് ചെയ്തേ. റേഷ്യോ എന്തായിരുന്നു? പോയിന്റ് അല്ലേ? ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് പി. യെസ്, കോർഡിനേറ്റ്സ് കമന്റ് ചെയ്തേ. ആണ് ആഹിൽ
y കോർഡിനേറ്റ് തെറ്റാണ് ആഹിലിന്റെ. അലക്സേ വേഗം ചെയ്ത ആൻസർ പറഞ്ഞേ. നിങ്ങളിലാണ് പ്രതീക്ഷ. ജോ y കോർഡിനേറ്റ് തെറ്റ്. സൂരജ് നോപ്പ്. അതല്ല. ഐഷ അല്ല. ഐഷയുടെ y കോർഡിനേറ്റ് തെറ്റാണ്. വേഗം ചെയ്തോട്ടെ. ആലിമിന്റെ y കോർഡിനേറ്റ് തെറ്റ്. എല്ലാവരും x കോർഡിനേറ്റ് കറക്റ്റ് ചെയ്തു. പക്ഷേ y കോർഡിനേറ്റിനൊരു ട്വിസ്റ്റ് കിടപ്പുണ്ടല്ലോ. ഫർഹാൻ കറക്റ്റ് ചെയ്തു കേട്ടോ. കറക്റ്റ് ആണ്. യെസ്. ജോ y കോർഡിനേറ്റിൽ ചെറിയൊരു മിസ്റ്റേക്ക്. ഹയാൻ y കോർഡിനേറ്റ്. യെസ്. അലക്സ എന്തായി? കഴിഞ്ഞില്ലേ ഇതുവരെ? ടൈപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ. ഐഷ കറക്റ്റ് ആണ് കേട്ടാ. അലക്സ് കറക്റ്റ് ആണ്. യെസ്. നെക്സ്റ്റ്. ഇല്ല. ഹയാൻ y കോർഡിനേറ്റ് തെറ്റാണ്. നോക്കാം. തന്നേക്കുന്നത് നമ്മുടെ പോയിന്റ്സ് ആദ്യം എടുക്കാം. എ ബി 2 ലൈൻസ്. പി ആണ് കട്ട് ചെയ്യുന്നത്. എ എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടുണ്ട് 4, -5 ആൻഡ് ബി തന്നിട്ടുണ്ട് 4, 5. റൈറ്റ്. എസ്. പി എന്ന് പറയുന്ന പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് തന്നേക്കുന്ന റേഷ്യോ AP ഈസ് ടു PB ആണ്. സോറി, PB അല്ലല്ലോ, AP/AB ആണ് തന്നേക്കുന്നത്. AP/AB which is equal to 2/5. AP തന്നിട്ടുണ്ട് which is 2. പക്ഷേ ടോട്ടൽ ആണ് 5 എന്ന് തന്നേക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ കണ്ടുപിടിക്കാം. PB റേഷ്യോ എത്രയായിരിക്കും? 5 - 2 3 ആയിരിക്കും അല്ലേ? യെസ്. അവിടെയാണ് ട്വിസ്റ്റ് കേട്ടോ. 4:2:5 എടുത്തവർക്ക് തെറ്റി. അവിടെ വരുന്നത് AP ഈസ് ടു PB എന്ന് പറയുന്നത് 3 ആണ്. അതർവൈസ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് പോവേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AP അതുപോലെ എഴുതുന്നു. ABക്ക് പകരം AP + PB which is equal to 2/5, which implies cross ചെയ്യുക. that is 5AP is equal to 2AP plus 2PB. From this 5AP minus 2AP 3AP which is equal to 2PB എന്ന് വരും. ഇനി ഇവിടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതായത് AP/PB is equal to 2/3 എന്ന് കിട്ടും. ഇവിടെ നിന്ന് റേഷ്യോ 2:3. ഇതാണ് മാത്തമെറ്റിക്കൽ വേ. നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ, ചിന്തിച്ചാൽ മാത്രം മതി. AB ടോട്ടൽ 5 യൂണിറ്റ് എന്ന് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 5x റേഷ്യോ സം കോൺസ്റ്റന്റ്. ദെൻ AP 2 എന്ന് തന്നിട്ടുണ്ട്. PB is equal to 5 - 2 which is 3 എന്ന് കിട്ടും. സോ ഇപ്പൊ കറക്റ്റ് ചെയ്തു. നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്. സോ P of XY which is equal to M2 into X1 plus M1 into X2 divided by M1 plus M2, comma M2 into Y1 plus M1 into Y2 divided by M1 plus M2. യെസ്. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. എത്ര കിട്ടും നോക്കി. ആരാണത്? മിഡ് പോയിന്റ് വെച്ച് ചെയ്യാം. മിഡ് പോയിന്റ് എന്താന്ന് നോക്കിയേ. വാട്ട് ഈസ് മിഡ് പോയിന്റ്? 3 into X1 that is 4 plus M1 എത്ര കിട്ടി? M1 2 ആണ് into X2 that is 4 divided by M1 plus M2 3 plus 2, comma
m2 3 into y1 is -5 plus m1 that is 2 into y2 that is 5 divided by 3 plus 2. That is 3 into 4, 12 plus 4 into 8, 4 into 8 by 5, comma 3 into -5, -15 plus 2 into 5, 10 divided by 5, which is equal to 20 by 5, comma -5 by 5. Is equal to 4, comma -1 എന്നായിരിക്കും നമ്മുടെ പോയിന്റ് കിട്ടുക. എസ്, എത്ര പേര് രണ്ടാമത് കറക്റ്റ് ചെയ്തു? ആദ്യം തെറ്റിയവരുണ്ട്, രണ്ടാമത് കറക്റ്റ് ചെയ്തു. ഇവിടെയാണ് പോയിന്റ്, ഇത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടാ. ദിസ് AP:AB ആണ് തന്നേക്കുന്നത്, AP:PB അല്ല. അവിടെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തന്നെ എഴുതുക. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കാൻ പറയുന്നത്. ആരാണ് മിഡ് പോയിന്റിന്റെ കാര്യം ചോദിച്ചേ? ആലിമേ, മിഡ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? വിളിച്ചോ. മിഡ് പോയിന്റ് എന്താണ്? അതെ. മിഡ് പോയിന്റ് എന്താണ്? ആ ലൈനിന്റെ മിഡിലുള്ള പോയിന്റ്, റൈറ്റ്? അവിടെ റേഷ്യോ എന്തായിരിക്കും? 1:1. ഇവിടെ റേഷ്യോ അതാണോ? അല്ല, പിന്നെ എങ്ങനെ മിഡ് പോയിന്റ് നിനക്ക് യൂസ് ചെയ്യാൻ പറ്റും? ഓക്കെ, നെക്സ്റ്റ്. മക്കളെ ഇത് ചെയ്തേ. In the given figure, CD is the perpendicular bisector of AB. EF is perpendicular to CD. AE intersects CD at G. Prove that CF by CD is equal to FG by DG. Previous year 3 mark question ആണ്. എന്നാൽ ഈസി ക്വസ്റ്റ്യൻ ആണ്. CF by CD is equal to FG by DG. ഇതിൻ്റെ ആൻസറിലേക്ക് പോകാനുള്ള വഴി, CF by CD എന്ന് പറയുന്നൊരു സൈഡ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മുടെ ആ LHS എടുക്കുക കേട്ടോ. ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഒത്തിരി, കാരണം ഇതിനകത്ത് ട്രയാങ്കിൾസ് ഒത്തിരി ഉണ്ട്. ട്രയാങ്കിൾ കുറേ കാണുന്നുണ്ട്. ABD, ABE അങ്ങനെ കുറേ ട്രയാങ്കിൾ ഉണ്ട്. CFE ഉണ്ട്, FGE എന്ന് പറയുന്നൊരു ട്രയാങ്കിൾ ഉണ്ട്, ADG എന്ന് പറയുന്നൊരു ട്രയാങ്കിൾ ഉണ്ട്, ABE എന്ന് പറയുന്നൊരു ട്രയാങ്കിൾ ഉണ്ട്, CGE എന്ന് പറയുന്നൊരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിൾസിനൊന്നും ഒത്തിരി കുറവൊന്നുമില്ല. എന്തായാലും സിമിലാരിറ്റി ആണെന്നറിയാം, ട്രയാങ്കിൾസ് ബേസ്ഡ് ആണെന്ന് പറയാം. LHS നോക്കുക, CF by CD സൈഡ് കിടപ്പുണ്ട്. ആ സൈഡ്സ് വരുന്ന ട്രയാങ്കിൾ ഏതൊക്കെയാണെന്ന് നോക്കുക. CFഉം CDയും സൈഡ് വരുന്ന ട്രയാങ്കിൾ, അത് കൺസിഡർ ചെയ്തിട്ട് റേഷ്യോ എടുത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി പോവാം. ജോ ഹാൻഡ് റൈസ് എന്താ നോക്കട്ടെ. ജോ പറഞ്ഞേ. triangle CFE triangle CED അതിനോടൊപ്പം EFഉം BDയും ട്രയാങ്കിൾ ആയിരിക്കും, സെയിം ലൈനിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് സിമിലാരിറ്റി പ്രൂവ് ചെയ്യാൻ റേഷ്യോ കിട്ടും, റൈറ്റ്? യെസ്. അത് കഴിഞ്ഞിട്ടോ ചെയ്തു കേട്ടാ. ഫസ്റ്റ് സാറ് പറഞ്ഞു CFഉം CDയും വരുന്ന 2 ട്രയാങ്കിൾസ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞതല്ലേ FGയും DGയും വരുന്ന ട്രയാങ്കിൾ എടുത്ത് വെക്കുക. അതിനകത്ത് എന്തെങ്കിലും ഒരു ഡിസ്റ്റ് വരും.
ട്രൈ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. യെസ്, ഫസ്റ്റ് ട്രയാങ്കിൾ ഇൻ ട്രയാങ്കിൾ CF വരുന്ന ട്രയാങ്കിൾ CFE എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു കേട്ടോ. CF വരുന്നത് CFE എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു. ദെൻ ട്രയാങ്കിൾ CDB, ട്രയാങ്കിൾ CDB. എന്നാലും അവിടെ പെർപെൻഡിക്കുലർ, രണ്ട് പെർപെൻഡിക്കുലേഴ്സ് ഉണ്ട്. അപ്പൊ 90 ഡിഗ്രിയിൽ രണ്ട് ആംഗിൾ ഉണ്ട്, പിന്നെ ഒരു ആംഗിൾ ഉണ്ട് കോമൺ. യെസ്, ആംഗിൾ C is equal to ആംഗിൾ C, that is common. ആംഗിൾ C equal to ആംഗിൾ C കോമൺ ആണ്. ഏതൊക്കെ ട്രയാങ്കിൾ ആണെന്ന് കൃത്യമായിട്ട് നോക്കാട്ടാ. അതായത് ഈ CFE എന്ന് പറയുന്ന ട്രയാങ്കിൾ, ദെൻ CDB എന്ന് പറയുന്ന ട്രയാങ്കിൾ. യെസ്, പിന്നെ ആരാണ്? ആംഗിൾ F. ആംഗിൾ F is equal to ആംഗിൾ D ആണ്, 90 ഡിഗ്രി ആണ് നമുക്ക് തന്നിട്ടുണ്ട്, ഗിവൺ ആണ് കേട്ടോ, ഗിവൺ. Therefore triangle CFE similar to triangle CDB by AA similarity. AA similarity. Similarity criteria. അപ്പൊ നമുക്ക് റേഷ്യോ എടുത്തു നോക്കാം. വിച്ച് ഇംപ്ലൈസ് റേഷ്യോ, തന്നിട്ടുള്ള റേഷ്യോ CF by CD അത് ഇവിടെ കിട്ടും. യെസ്, CF by CD. ദെൻ FE അടുത്ത സൈഡ്സ്, FE by DB, FE by DB. യെസ്, വേറെ വരുന്നത് CE by CB ആണ്. യെസ്, അതും കൂടി എടുത്ത് നിർത്താം. CE by CB. സാർ അത്രയും എടുത്ത് നിർത്തിയിട്ടാ. യെസ്, ഇക്വേഷൻ നമ്പർ 1 ഒന്ന് കൊടുത്തു. കാരണം വേറെ ഒന്നും അതിനകത്ത് ചെയ്യാനില്ല. നമുക്ക് CF by CD കിട്ടി, അത് ഈക്വൽ ടു ഇത്രയും സാധനങ്ങൾക്ക് കിട്ടി, നിർത്തി. ഇനി നമുക്ക് ഇതുപോലെ അവിടെ കിട്ടുമോ നോക്കണം. അടുത്ത ട്രയാങ്കിൾ FE വരണം. FE അല്ലല്ലോ, FG വരുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതുപോലെ തന്നെ DG ആണ് ആ ട്രയാങ്കിൾ. ഈ രണ്ട് ട്രയാങ്കിൾസ് FGയും DGയും വരുന്ന രണ്ട് ട്രയാങ്കിൾസ്. അതായത് ഇൻ ട്രയാങ്കിൾ EFG ആൻഡ് ട്രയാങ്കിൾ ADG, ആ രണ്ട് സൈഡ്സ് വരുന്ന ട്രയാങ്കിൾസ് കേട്ടോ. അത് FGയും DGയും സൈഡ്സ് ആയിട്ട് വരുന്ന രണ്ട് ട്രയാങ്കിൾസ്. അതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു ആംഗിൾ F ഈക്വൽ ടു ആംഗിൾ D കിട്ടും. 90 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ആംഗിൾ F is equal to ആംഗിൾ D which is equal to 90 degree given. Then angle FGE which is equal to angle AGD ആരാണ്? vertically opposite angles. Vertically opposite angles ട്ടാ. vertically opposite angles. Therefore triangle ഏതാണ്? FG എന്ന് എടുത്താലും മതി, EFG എന്ന് എടുത്താലും മതി. Triangle EFG similar to triangle ADG, right? അല്ലേ? Angle F equal to F, G equal to G, E equal to A. Okay, similar to this one. Then നമുക്ക് ആരെ എടുക്കാം? by AA കേട്ടോ, by AA similarity criteria. Then sides in a ratio, that is EF by AD which is equal to FG by DG. FG by DG. അപ്പോൾ നമ്മുടെ പാർട്ട് എത്തി. FG by DG നമുക്ക് കിട്ടി. This one EF by AD കിട്ടി. ഇവിടെ ഉണ്ട് FE എന്ന് പറയുന്നത് EF എന്ന് പറയുന്നത് സെയിം സൈഡ്സ് അല്ലേ? ആണോ? FEയും EF എന്ന് പറയുന്നത് സെയിം സൈഡ് ആണ്. പക്ഷെ ഡിനോമിനേറ്റർ ADDB
എ ഡിയും ഡി ബിയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കി. എ ഡിയും ഡി ബിയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എങ്കിൽ നമ്മുടെ ആൻസർ നമുക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഡി ബി. റിലേഷൻ ഉണ്ടെങ്കിൽ എഴുതി കഴിഞ്ഞാൽ ആൻസർ കിട്ടും. യെസ്, ആരോ വന്നു. ജോ, എ ഡി ഈക്വൽ ടു ഡി ബി എന്ന് പറഞ്ഞു. വൈ എ ഡി ഈക്വൽ ടു ഡി ബി? റീസൺ വേണം എനിക്ക്. വൈ? നിങ്ങളുടെ NCERT-ക്ക് അതുപോലെ കൊടുത്തിട്ട് ലാസ്റ്റ് എഴുതിയിട്ടേക്കും. വൈ കണ്ടിട്ടുണ്ടോ? പെർപെൻഡിക്കുലർ അല്ല റീസൺ. അതിന് മുന്നേ ഒരു വാക്കുണ്ട്. മക്കളെ എന്താ എടുത്തേക്കുന്നത്? സി ഡി ഈസ് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ബി, റൈറ്റ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെ? ബൈസെക്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഈക്വലി ഡിവൈഡിങ് അല്ലേ? അല്ലേ? ആ, അപ്പൊ നമുക്ക് എന്താ എഴുതാം? സിൻസ്, ഇവിടെ എഴുതിക്കോ, സിൻസ് AD is equal to DB, AD is equal to DB, EF by DB which is equal to FG by DG, FG by DG, equation number 2 from 1 and 2. ഇവിടെ വേണമെച്ചാൽ എഴുതിക്കോട്ടെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം. സി ഡി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ബി, perpendicular bisector of AB from 1 and 2. 1 and 2 ആവശ്യമുള്ള ആൾക്കാരെ മാത്രം എടുത്താൽ മതി. നമുക്ക് വേണ്ടത് ഈ ടീമും ഈ ടീമുമാണ് കേട്ടോ. ഈ ടീം ദാറ്റ് ഇസ് CF by CD is equal to FG by DG. CF by CD is equal to FG by DG കേട്ടോ. yes, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കി വെച്ചോ, നന്നായിട്ട് നോക്കി വെച്ചോളൂ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരും. എത്ര മണിയായി? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കിക്കേ. ലാസ്റ്റ് വന്നിട്ടാണ് ഇവിടെ ലിസ്റ്റ് വന്നത്. നിങ്ങൾ നോക്കേണ്ടതാണ്, ഇവിടെ നമുക്ക് ഇത്രയും സാധനങ്ങളെ കിട്ടി, ഈ സാധനം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ചേഞ്ച്. ഡി ബിയും എ ഡിയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതിന് ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ റിലേഷൻ കിട്ടും. എല്ലാ ക്വസ്റ്റ്യനിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതുപോലെ നേരത്തെ ഒരു സാധനം സ്റ്റാർ ഇട്ട് തന്ന ഓർമ്മയുണ്ടോ? ആ ട്രയാങ്കിളിന്റെ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ ഓർത്തു വെക്കുക. അത് രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ വരും, ആ രണ്ട് രീതിയും പറഞ്ഞിട്ടുണ്ട്, അത് ഓർത്തു വെക്കുക. കാരണം ഇനി മിസ്റ്റേക്ക് വരുത്തരുത്. MCQ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഓരോ മാർക്കും കുറയുന്നത് അവിടെയാണ്. ബാക്കിയുള്ളൊക്കെ മാർക്ക് കിട്ടും, മാർക്ക് നിങ്ങൾക്ക് ഇടാൻ പറ്റും. ടീച്ചേഴ്സിന് ഒരുവിധമൊക്കെ ഉള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇടാം. പക്ഷെ MCQ-ന് മാർക്ക് പോയാൽ പോയത് തന്നെയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് MCQ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വേണം ചെയ്യാൻ കേട്ടോ. എസ്, അപ്പോൾ ഇന്ന് എക്സാം ഏതായിരിക്കും? ഏതാ ചാപ്റ്ററിന്? ഇവിടെ നിലത്തെ 2 ചാപ്റ്റർ ഉണ്ടാ? AP ഇല്ല, അപ്പോൾ ക്വാഡ്രാറ്റിക് അല്ലേ? അപ്പോൾ ഇന്ന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് എക്സാമിന് വരുന്നുണ്ടാവുക, റൈറ്റ്? അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആ ഇക്വേഷൻ ഫോം ചെയ്യുന്നതും ഫാക്ടറൈസേഷൻ, അതുപോലെ തന്നെ നേച്ചർ ഓഫ് റൂട്ട്സ് കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻസ് ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് വേണം ക്ലാസ്സിന് കയറാൻ. ഓക്കെ, അപ്പോൾ ബൈ.